എസെക്കിയേൽ അധ്യായം 41. അവൻ എന്നെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവൻ അവിടത്തെ കട്ടിളപ്പടികൾ അളന്നു. അവയുടെ ഓരോ വശത്തിൻ്റെയും വീതി 6 മുഴമായിരുന്നു. പ്രവേശന കവാടത്തിന്റെ വീതി 10 മുഴമായിരുന്നു. അതിന്റെ പാർശ്വഭിത്തികൾ 5 മുഴം വീതമായിരുന്നു. അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും നീളം അളന്നു 40 മുഴം, വീതി 20 മുഴം. പിന്നെ അവൻ അകത്തു കടന്ന് കട്ടിളപ്പടി അളന്നു. കനം 2 മുഴം, കവാടത്തിന്റെ വീതി 6 മുഴം, പാർശ്വഭിത്തികൾ 7 മുഴം. വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലം അവൻ അളന്നു. അതിന് 20 മുഴം നീളവും 20 മുഴം വീതിയും ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇതാണ് ശ്രീകോവിൽ. പിന്നെ അവൻ ദേവാലയത്തിന്റെ ഭിത്തിയുടെ കനം അളന്നു 6 മുഴം. ചുറ്റുമുള്ള പാർശ്വഭിത്തികളുടെ വീതി 4 മുഴം. പാർശ്വമുറികൾ 3 നിലകളിലായി 30 വീതം. പാർശ്വമുറികളെ താങ്ങി നിർത്തുന്നതിന് ദേവാലയത്തിനു ചുറ്റും തുലാങ്ങൾ ഉണ്ടായിരുന്നു. ദേവാലയ ഭിത്തിയായിരുന്നില്ല അവയെ താങ്ങി നിർത്തിയിരുന്നത്. ദേവാലയത്തിന് ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പമനുസരിച്ച് മുകളിലേക്ക് ചെല്ലുന്തോറും പാർശ്വമുറികൾക്ക് വിസ്താരം ഏറി വന്നു. താഴത്തെ നിലയിൽ നിന്ന് മധ്യനിലയിലേക്ക് പോകാൻ ദേവാലയത്തിന്റെ അരികിൽ ഒരു ഗോവണി ഉണ്ടായിരുന്നു. ദേവാലയത്തിന് ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു. പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് 6 മുഴമുള്ള ഒരു പൂർണ്ണദണ്ഡായിരുന്നു. പാർശ്വമുറികളുടെ പുറം ഭിത്തിയുടെ കനം 5 മുഴമായിരുന്നു. തറയുടെ ബാക്കി ഭാഗം 5 മുഴം. ദേവാലയത്തിന്റെ ചുറ്റുമുള്ള തറയ്ക്കും അങ്കണത്തിലെ മുറികൾക്കും ഇടയിൽ ചുറ്റും 20 മുഴം വീതിയിൽ സ്ഥലമുണ്ടായിരുന്നു. പാർശ്വമുറികൾ ഒഴിച്ചിട്ടിരുന്ന തറയിലേക്കാണ് തുറന്നിരുന്നത്. ഒന്ന് വടക്കോട്ടും മറ്റേത് തെക്കോട്ടും. തറയുടെ വീതി ചുറ്റും 5 മുഴമായിരുന്നു. പടിഞ്ഞാറ് ദേവാലയത്തിന്റെ അങ്കണത്തിനഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിന്റെ വീതി 70 മുഴമായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള ഭിത്തിക്ക് 5 മുഴം കനവും 90 മുഴം നീളവും. അവൻ ദേവാലയം അളന്നു. അതിന് 100 മുഴം നീളം. അങ്കണവും ഭിത്തികൾ ഉൾപ്പെടെ കെട്ടിടവും കൂടെ 100 മുഴം നീളം. ആലയത്തിന്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി 100 മുഴം വീതി. അവൻ പടിഞ്ഞാറു വശത്തെ മുറ്റത്തിനഭിമുഖമായി നിൽക്കുന്ന കെട്ടിടം ഇരുവശത്തുമുള്ള ഭിത്തികൾ ഉൾപ്പെടെ അളന്നു 100 മുഴം നീളം. അകത്ത് വിശുദ്ധ സ്ഥലത്തും ശ്രീകോവിലിലും പുറത്ത് പൂമുഖത്തും തറ മുതൽ കിളിവാതിലുകൾ വരെ ചുറ്റും പലകയടിച്ചിരുന്നു. കിളിവാതിലുകൾക്ക് അഴിയിട്ടിരുന്നു. മറയ്ക്കാൻ വിരിയും ഉണ്ടായിരുന്നു. വാതിലിന് മുകളിലേക്ക് ശ്രീകോവിലിന്റെ അകത്തും വിശുദ്ധ സ്ഥലത്തും ഭിത്തിയിൽ ചിത്രപ്പണികളുണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും 2 കെരൂബുകളുടെ മധ്യേ ഒരു ഈന്തപ്പന എന്ന ക്രമത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. ഓരോ കെരൂബിനും 2 മുഖം വീതം ഉണ്ടായിരുന്നു. ഒരു വശത്തെ ഈന്തപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഈന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു. ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ കൊത്തിവച്ചിരുന്നു. ദേവാലയ ഭിത്തിയിൽ തറ മുതൽ വാതിലിന്റെ മേൽഭാഗം വരെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രങ്ങൾ കൊത്തിയിരുന്നു. വിശുദ്ധ സ്ഥലത്തിന്റെ കട്ടിളക്കാൽ സമചതുരത്തിലായിരുന്നു. തടി കൊണ്ടുള്ള ബലിപീഠം പോലെ തോന്നിക്കുന്ന ഒന്ന് വിശുദ്ധ സ്ഥലത്തിന് മുമ്പിലുണ്ടായിരുന്നു. അതിന് 3 മുഴം ഉയരവും 2 മുഴം നീളവും 2 മുഴം വീതിയുമുണ്ടായിരുന്നു. അതിന്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടുള്ളതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇതു കർത്താവിന്റെ സന്നിധിയിലെ മേശയാണ്. വിശുദ്ധ സ്ഥലത്തിനും ശ്രീകോവിലിനും ഈ 2 വാതിലുകൾ ഉണ്ടായിരുന്നു. വാതിലുകൾക്ക് തിരിയുന്ന ഈ 2 പാളികൾ ഉണ്ടായിരുന്നു. ഭിത്തികളിൽ എന്ന പോലെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രം വിശുദ്ധ സ്ഥലത്തിന്റെ വാതിലുകളിലും കൊത്തിയിരുന്നു. പൂമുഖത്തിന് മുൻവശത്തായി മരം കൊണ്ടുള്ള ഒരു വിതാനമുണ്ടായിരുന്നു. പൂമുഖത്തിന്റെ ഇരുവശങ്ങളിലും അഴിയടിച്ച കിളിവാതിലുകളും ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു. എസെക്കിയേൽ അധ്യായം 42. അവൻ എന്നെ വടക്കോട്ട് നയിച്ച് പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. വടക്കുള്ള കെട്ടിടത്തിനും
ദേവാലയ അങ്കണത്തിനും എതിരെയുള്ള മുറികളിലേക്ക് അവൻ എന്നെ നയിച്ചു. വടക്ക് വശത്തുള്ള കെട്ടിടത്തിന്റെ നീളം 100 മുഴവും വീതി 50 മുഴവും ആയിരുന്നു. അകത്തെ അങ്കണത്തിന്റെ 20 മുഴത്തിനടുത്ത് പുറത്തെ അങ്കണത്തിലെ കൽത്തളത്തിനഭിമുഖമായി 3 നിലകളിലായി നടപ്പുരകളുണ്ടായിരുന്നു. മുറികൾക്കു മുൻപിൽ അകത്തേക്ക് 10 മുഴം വീതിയും 100 മുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു. അതിന്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു. നടപ്പുരകൾക്കു താഴെയും മധ്യത്തിലുമുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകൾക്ക് മുകളിലെ മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇടുങ്ങിയിരുന്നു. അവ 3 തട്ടായി നിലകൊണ്ടു. ബാഹ്യാങ്കണത്തിലേതുപോലെ തൂണുകൾ അവയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മുകളിലത്തെ മുറികൾക്ക് താഴത്തെയും മധ്യത്തിലെയും മുറികളേക്കാൾ വീതി കുറഞ്ഞു പോയത്. മുറികൾക്ക് സമാന്തരമായി എതിരെയുള്ള ബാഹ്യ അങ്കണത്തിനു നേരെ 50 മുഴം നീളത്തിൽ ഒരു ഭിത്തിയുണ്ടായിരുന്നു. ദേവാലയത്തിന് എതിരെയുള്ള മുറികളുടെ നീളം 100 മുഴം ആയിരുന്നെങ്കിൽ ബാഹ്യാങ്കണത്തിലുള്ളവയുടേത് 50 മുഴമായിരുന്നു. ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്കുവശത്തായി ഈ മുറികൾക്ക് താഴെ ഒരു കവാടമുണ്ടായിരുന്നു. അവിടെയാണ് പുറത്തെ ഭിത്തി ആരംഭിക്കുന്നത്. തെക്കുവശത്ത് അങ്കണത്തിനും കെട്ടിടത്തിനും എതിരെ മുറികളുണ്ടായിരുന്നു. മുറികൾക്ക് മുൻപിൽ വഴി ഉണ്ടായിരുന്നു. നീളം, വീതി, ബഹിർഗമന മാർഗങ്ങൾ, വാതിലുകൾ, മറ്റു സംവിധാനങ്ങൾ എന്നിവയിൽ വടക്കുവശത്തെ മുറികൾ പോലെ തന്നെ ഈ മുറികളും. തെക്കേ മുറികളുടെ താഴെ കിഴക്കുവശത്ത് വഴിയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു. അവയ്ക്കെതിരെ ആയിരുന്നു നടുഭിത്തി. അവൻ എന്നോട് പറഞ്ഞു, അങ്കണത്തിനെതിരെ വടക്കും തെക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ്. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുക. ധാന്യബലിക്കും പാപപരിഹാര ബലിക്കും പ്രായശ്ചിത്ത ബലിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് അവർ സൂക്ഷിക്കുക. എന്തെന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ്. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ മാറ്റിവച്ചിട്ടേ പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ. എന്തെന്നാൽ അവ വിശുദ്ധങ്ങളാണ്. വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടേ അവർ ജനത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാവൂ. ദേവാലയത്തിന്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കിഴക്കേ വാതിലിലൂടെ പുറത്തേക്ക് നയിച്ചിട്ട് ചുറ്റുമുള്ള സ്ഥലം അളന്നു. അവൻ അളവ് ദണ്ടുകൊണ്ട് കിഴക്കുഭാഗം അളന്നു, 500 മുഴം. അവൻ തിരിഞ്ഞ് വടക്കുഭാഗം അളന്നു, അതും 500 മുഴം. പിന്നെ അവൻ തെക്കുഭാഗം അളന്നു, അതും 500 മുഴം. അവൻ തിരിഞ്ഞ് പടിഞ്ഞാറു ഭാഗം അളന്നു, അതും 500 മുഴം. 4 വശവും അവൻ അളന്നു. ഓരോ വശത്തും 500 മുഴം നീളത്തിൽ അതിനു ചുറ്റും മതിലുണ്ടായിരുന്നു. അത് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്തുനിന്ന് വേർതിരിച്ചു.